നമസ്കാരം. വളരെ വേദനയോടുകൂടി, സങ്കടത്തോടുകൂടി, വലിയ ഒരു വേവലാതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ജനുവരി 1 തീയതി ന്യൂ ഇയറിൻ്റെ അന്ന് കേട്ടുണർന്ന വാർത്ത കൊലപാതകങ്ങളുടെ വാർത്തകളാണ്. 2025 ജനുവരി 1 തീയതി തൊട്ട് തുടങ്ങിയ കൊലപാതക പരമ്പരയുടെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന, ഞെട്ടിത്തെറിക്കുന്ന ദിനരാത്രങ്ങളാണ് ഇപ്പോൾ നമുക്കിടയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റമില്ലേ? ഇവിടെ ഒരു ആഭ്യന്തരം ഇല്ലേ? ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ലേ? നിയമപാലകരില്ലേ? നമുക്ക് വലിയ ആശങ്കയും വേവലാതിയും തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ അമ്മമാരും അച്ഛന്മാരും അച്ചാച്ചന്മാരും അമ്മമ്മമാരും എല്ലാ പ്രായമായ മക്കളുള്ള എല്ലാവരും, പ്രത്യേകിച്ചൊരു 15 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെ പ്രായമുള്ള ക്രിമിനലുകളുടെ ഒരു വലിയൊരു ലോകമായി, ഒരു ലോബിയായി മാറിയിരിക്കുന്നു. നമ്മുടെ കലാലയങ്ങൾ നോക്കിക്കോളൂ, വീടുകൾ നോക്കിക്കോളൂ, മാതാപിതാക്കളെ വീടിനകത്തിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്ന മക്കൾ, സഹപാഠികളെ. ആദ്യത്തെ കൊലപാതകം തന്നെ അതായിരുന്നു, തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 15 വയസ്സും 16 വയസ്സും 17 വയസ്സുള്ള കുട്ടികളാണ് പരസ്പരം കുത്തിക്കീറുന്നത്. പണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ കേരളത്തിലെ ദിവസേനയുള്ള വാർത്തകളായി മാറുന്നു എന്ന് പറയുമ്പോൾ, പണ്ട് ഡൽഹിയിലെ ഒരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് കേട്ട് നമ്മളൊക്കെ ഞെട്ടിത്തെറിച്ചു. നമ്മളുടെ കേരളത്തിൽ അത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് നടപ്പിലായി. ആ ക്രിമിനലുകൾ, ആ പെൺകുട്ടിയെ അങ്ങനെ കൊന്ന ക്രൂരന്മാരായവരെ, ഒരു സാധു പയ്യനാണ് അസ്ലാം പോയി ജയിലിൽ കിടക്കുന്നത്. അവനാണത് കൊലപാതകം ചെയ്തതെന്നുള്ളത് അല്ല എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഈ ക്രിമിനലുകളെ, ഈ കുട്ടികൾ മദ്യവും മയക്കുമരുന്നും മാത്രമാണോ അവിടുത്തെ പ്രശ്നങ്ങൾ? ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അത് ജിഷ വധക്കേസായിക്കോട്ടെ, സൗമ്യ വധക്കേസായിക്കോട്ടെ, നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊന്ന കൊലപാതകികൾക്ക് വരെ തൊട്ട് ഇവിടെ ദിവ്യമാർക്ക് വരെ പരോളായി, ജാമ്യമായി, ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്നവരുടെ മുഴുവൻ ജനപ്രതിനിധികളുടെ സംരക്ഷണങ്ങളും സ്നേഹലാളനങ്ങളും കിട്ടുമ്പോൾ ക്രിമിനലുകൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ളൊരു പേടിയുടെ ആവശ്യമുണ്ടോ? വാളയാർ പെൺകുട്ടികൾ തൊട്ട് വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന കേസ് തൊട്ട് ഏതെങ്കിലും ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ നിയമസഭയിൽ കയറി കാട്ടാളത്തം കാട്ടിയിട്ടുള്ള ജനപ്രതിനിധികളുടെ കേസുകൾ പോലും ജനങ്ങളുടെ നികുതി പണം എടുത്ത് വാദിച്ച് വലിയ വലിയ വക്കീലന്മാരെ നിയോഗിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ആഭ്യന്തരത്തിൻ്റെ ഈ കെടുകാര്യസ്ഥതയും ഈ കഴിവില്ലായ്മയും, അല്ലെങ്കിൽ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഈ പ്രക്രിയ തുടരുന്നതിൻ്റെയും കൂടി ഒരു ഭാഗമല്ലേ ഇത്? അതുപോലെ ഇവിടെ നമ്മൾക്ക് ഈ മയക്കുമരുന്നിനും ഈ കഞ്ചാവ് വിൽപ്പനയ്ക്കൊന്നും കടിഞ്ഞാണിടാനുള്ളൊരു സംവിധാനങ്ങളില്ലേ? പിന്നെ എന്തിനാണ് ഈ നികുതി പണം കൊള്ളയടിച്ചുകൊണ്ട് ഇക്കണ്ട ഉദ്യോഗസ്ഥരെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഇങ്ങനെ വെച്ച് പൂജിക്കുന്നതിൻ്റെ കാര്യം എന്തിരിക്കണു? അതെല്ലാം പിരിച്ചുവിടാൻ പറ്റണം. എന്തിനാണ് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ? എന്തിനാണ് ഇവിടെ നിയമപാലകരെ? മനസ്സിലാവുന്നില്ല. ഓരോ ദിവസവും ഞെട്ടിത്തെറിക്കുന്ന
വാർത്തകൾ കേട്ടുകൊണ്ട്, കൊലപാതക പരമ്പരകൾ കണ്ടുകൊണ്ട്, അതിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഏത് വീട്ടിലെ അടുത്തത് നമ്മുടെ വീട്ടിലാണോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണോ എന്ന ആശങ്കയോടുകൂടിയാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. നേരം വെളുക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന വാർത്ത ഇനി എത്ര വലുതാണോ, മാരകമാണോ, ക്രൂരമാണോ എന്ന്. വന്യജീവികളെ ആക്രമിച്ച് മനുഷ്യരെ കൊല്ലുന്നത് അത് വേറെ വഴി. ഇതിനൊന്നിനും ഒരു അവസാനമില്ലേ? ഇതിനൊന്നിനൊരു നിയന്ത്രണമില്ലേ? ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടാണ്. ഗവൺമെൻറ്റിന് കൃത്യമായി കാര്യങ്ങളെ നിയന്ത്രിക്കാനും കൊണ്ടുപോകാനും കഴിയുന്നില്ല എന്നുള്ള കഴിവില്ലായ്മയുടെ ഒരു വ്യക്തതയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇത്രമാത്രം മയക്കുമരുന്ന് കൊണ്ടാണെങ്കിലും വേറെ എന്ത് ക്രിമിനൽ സ്വഭാവം കൊണ്ടാണെങ്കിലും, അല്ലെങ്കിൽ ഈ യുവത്വം ഇത്തരത്തിലാണെങ്കിൽ, ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊലപാതകളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന, പരോൾ നൽകുന്ന, ചേർത്ത് നിർത്തുന്ന ഗവൺമെൻറ് മയക്കുമരുന്നും മദ്യവും കഞ്ചാവും ദാഹിക്കുന്നവർക്ക് വെള്ളം ലഭ്യമാകുന്നത് പോലെ സുലഭമായി ലഭിക്കുന്ന ഈ അവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ള ഗവൺമെൻറ് തന്നെയാണ് ശരിക്കും ഇതിലെ കുറ്റവാളികൾ. മുഖ്യമന്ത്രിയുടെ വലിയ പ്രോത്സാഹനമാണ് യുവജന സംഘടനയ്ക്ക് ക്രിമിനലുകളായിട്ടുള്ള കുട്ടികളെ സ്കൂളുകളിലും കോളേജുകളിലും ഭീകരമായ അവരെ പീഡിപ്പിച്ച് കൊല്ലുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന യുവജന സംഘടനകളും ആ സംഘടനകൾക്ക് നിങ്ങൾ ചെയ്തോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകർത്താക്കളും നിയമപാലകരുമാണെങ്കിൽ, അവരെ സംരക്ഷിക്കുന്നവരാണെങ്കിൽ, പിന്നെ എങ്ങനെ കേരളത്തിലെ ചോരപ്പുഴയൊഴുകാതിരിക്കും? ചെഞ്ചോര ചുവപ്പാണെന്ന് കേരളത്തിന്. അതിവരുടെ ചെങ്കൊടി കൊണ്ടല്ല, ഇവരുടെ ഭരണമികവ് കൊണ്ടല്ല. കേരളത്തിലെ ജനങ്ങൾ വെട്ടിയും കുത്തിയും അടിച്ചും തല്ലിത്തകർത്തും കൊന്ന് കൊല വിളിച്ച് ചോരപ്പുഴ ഒഴുക്കുന്നത് കൊണ്ടുള്ള ചെഞ്ചോര ചുവപ്പാണ്. ഈ ചുവപ്പ് നമ്മുടെ നാടിന് ആപത്താണ്. നമ്മുടെ വരും തലമുറയ്ക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. മാതാപിതാക്കൾക്ക് ജീവിക്കാൻ പേടിയായി തുടങ്ങിയിരിക്കുന്നു. മക്കളെ കാണുമ്പോൾ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇതാണോ ഭരണകർത്താക്കളുടെ ഭരണമികവ്? പരസ്പരം ചെളിവാരിയെറിഞ്ഞും മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതമേലാളന്മാരെയും ഇത് ചെയ്തുകൊണ്ടല്ല ഭരണമികവ് കാണിക്കേണ്ടത്. ഭരണമികവ് കാണിക്കണമെങ്കിൽ സമാധാനത്തോടെ ശാന്തമായി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനും കൂടി നമ്മുടെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് സാധിക്കട്ടെ എന്ന് വലിയ വേവലാതിയോടുകൂടി ഗവൺമെൻറ്റുകളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് പേരും വലിയ വേവലാതിയിലാണ്, ഞെട്ടിത്തെരിച്ചു പോകുന്നു ഈ അവസ്ഥ. ഇതിനൊരു മാറ്റം വരണം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് മുന്നോട്ട് പോകാം. നമ്മുടെ യുവതലമുറയുടെ മാനസികാവസ്ഥയ്ക്കും അവരുടെ ജീവിത ശൈലിക്കും എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. താങ്ക് യു.